അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതിന് ഇതിനായിട്ട് 1 കിലോ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ പച്ചമാങ്ങയുടെ തൊലിയെല്ലാം ഒന്ന് മാറ്റാം. അപ്പൊ എല്ലാ മാങ്ങയുടെയും തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട്. മാങ്ങയുടെ തൊലി മുഴുവനും മാറ്റിയിട്ടുണ്ട്. മാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് തൊലി മാറ്റി എടുത്തിട്ടുള്ളത്. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നീളത്തില് കനത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ മാങ്ങയെല്ലാം ഇതുപോലെ നീളത്തില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തില് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനൊരു പാത്രത്തില് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ അങ്ങ് ഇട്ട് കൊടുക്കാം. മാങ്ങ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം എടുക്കാൻ. ഈ മാങ്ങ ഒരുപാട് വെന്ത് പോരുത്, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നല്ലതുപോലെ തിളച്ച് മാങ്ങയെല്ലാം വെന്തിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ മാങ്ങ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ വെള്ളമൊക്കെ മാറ്റി ഒരു ബൗളിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര മാങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തണം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക. സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത്, എന്നാൽ പിന്നെ പൊടിഞ്ഞു പോകും. പഞ്ചസാര എല്ലാം മാങ്ങയിൽ പിടിച്ച് പഞ്ചസാര എല്ലാം അലിഞ്ഞ് വെള്ളമായിട്ട് മാറും. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ മാങ്ങ കഷ്ണങ്ങളിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരു 6-7 മണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. ഇപ്പൊ കടലെ പഞ്ചസാര പാനിയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം മാങ്ങയിലൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പൊ എല്ലാം ഒരു പാത്രത്തിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇപ്പൊ 2 ദിവസം വെയിൽ കൊള്ളിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. 2 പ്ലേറ്റിലായിട്ടാണ് ഞാൻ ഉണക്കി എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയുടെ. ഇനി ഇതെല്ലാം കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള പഞ്ചസാര ഒന്ന് കുടഞ്ഞു മാറ്റിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വർഷങ്ങളോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. മാങ്ങ ഉള്ള സമയത്ത് ഇതുപോലൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. നല്ല മധുരമുള്ളതല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മാങ്ങ ഉള്ള സമയത്ത് ഇതുപോലെ മാങ്ങ ഉണക്കി സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷം മുഴുവനും നമുക്ക് മാങ്ങ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്